ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ പിണറായി സർക്കാരിനെതിരെ ബിജെപിയുടെ രാപ്പകൽ സമരവും സെക്രട്ടേറിയറ്റ് ഉപരോധവും തുടരുന്നു. വിവിധ ജില്ലകളിൽ നിന്നുള്ള ബിജെപി പ്രവർത്തകർക്കൊപ്പം വിവിധ മോർച്ച പ്രവർത്തകരും രാത്രിയിലും പ്രതിഷേധത്തിന്റെ ഭാഗമായി. രാപ്പകൽ നടക്കുന്ന പ്രതിഷേധവും സെക്രട്ടേറിയറ്റ് ഉപരോധവും ഇന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. തത്സമയ വിവരങ്ങളുമായി ശാലിനിയും ദിസ്ന സുരേഷും ചേരുന്നു. ആദ്യം ദിസ്നയിലേക്ക്. ദിസ്ന, വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ബിജെപിയുടെ ഭാഗത്തു നിന്നും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് ഉപരോധം അടക്കമുള്ള സമര പരിപാടികളിലേക്ക് കടന്നിരുന്നു. ഇന്ന് അല്പസമയത്തിനകം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കും. എപ്പോഴായിരിക്കും അദ്ദേഹം എത്തിച്ചേരുക? പ്രവർത്തകരെല്ലാവരും സെക്രട്ടേറിയറ്റിന്റെ 3 കവാടങ്ങളും ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മുറയുമായി തുടരുകയാണ്. കലാപമുണ്ടാകും, കയറരുതെന്ന് പറഞ്ഞു. തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ 3 കവാടത്തിലും പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. പ്രവർത്തകർ, വിശ്വാസികൾ, പ്രത്യേകിച്ച് പറയേണ്ടത് വിശ്വാസി സമൂഹത്തിന്റെ പ്രതിനിധികളായാണ് ഇവർ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വിവിധ ഇടങ്ങളിൽ നിന്ന് മണിക്കൂറുകൾ താണ്ടിയാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ സമരമുഖത്തേക്ക് ഇവർ ഓരോരുത്തരും എത്തിയത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. രോഹിണി, അല്പസമയത്തിനകം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഇന്നലെ രാത്രി തുടങ്ങി സമരത്തിൽ വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. മഴയെ ഒന്നും തന്നെ അവഗണിച്ചുകൊണ്ടാണ് ഇവർ ഈ സമരം നടത്തുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. 4 ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു സമരം നടത്തുന്നത് രോഹിണി. അതോടൊപ്പം തന്നെ നിരവധി വനിതകൾ ഈ സമരത്തിൽ, സ്ത്രീകൾ ഈ സമരത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മഴ മാറി കടുത്ത വെയിൽ ഉണ്ടെങ്കിലും അതിനെയൊക്കെ തന്നെയും അവഗണിച്ചുകൊണ്ടാണ് അവർ ഈ സമര രംഗത്തേക്ക് വന്നിരിക്കുന്നത്. പ്രധാനമായും നിരവധി ആളുകളുടെ പ്രതികരണങ്ങൾ നമ്മൾ എടുത്തിരുന്നു. ആ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശ്വാസി സമൂഹത്തിന് ഏറ്റവും ഒരു മുറിവ്, ആ മുറിവിനെതിരെയാണ് അവർ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇനി ഈ ദുർഭരണം തുടർന്നാൽ എന്താവും എന്നൊരു ആശയക്കുഴപ്പവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് രോഹിണി. നമുക്ക് അവരുടെ ഓരോരുത്തരുടെയും പ്രതികരണങ്ങളിലേക്ക് കടക്കാമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേച്ചി, വലിയ മഴയുണ്ടായിരുന്നു ഇന്നലെ, ഇപ്പം വെയിലും ഉണ്ട്, പക്ഷെ അതിനെയൊക്കെ അവഗണിച്ച് നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. എല്ലാം സഹിച്ച് നമ്മുടെ അയ്യപ്പന് വേണ്ടി നമ്മൾ ഇരിക്കും. നമ്മുടെ വിശ്വാസം സംരക്ഷിക്കണം. ഹിന്ദു ക്ഷേത്രങ്ങള്, ഈ അന്തം കമ്മികള് ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നത് നിർത്തണം. ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. നമുക്ക് ഇനി ഒരു ദേവസ്വം ബോർഡ് മന്ത്രിയും വേണ്ട, ഈ അന്തം കമ്മി ഭരണവും വേണ്ട കേരളത്തിന്. ഈ ഭഗവാന്റെ ഓരോ വാർത്തകൾ കേട്ട്, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വാർത്തകൾ കേട്ടപ്പോൾ അത് ഒരു വിശ്വാസി എന്ന നിലയിൽ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് വേദനിച്ചു മക്കളെ, ഒരുപാട് വേദനിച്ച് ടിവിയിൽ നമ്മളത് കാണുമ്പോൾ നമ്മളും ഉള്ളുരുകി അവനെയൊക്കെ ഗുണം പിടിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മളെ വിശ്വാസം സംരക്ഷിക്കണേ ഭഗവാനെ, ഈശ്വരനെയും തൊഴുവേണം. നമ്മൾ എവിടുന്നാ വരുന്നത്? പക്കത്തുനിന്നാണ് എത്തിയത്. ഇന്നലെ രാത്രി മുതൽ സജീവമാണ്. മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ വെയിലുമായി. എന്താണ് ഈ വാർത്തകളൊക്കെ കണ്ടപ്പോ തോന്നിയത്? ഭാരതീയ ജനതാ പാർട്ടിയുടെ വിശ്വാസികളുടെ ധാർമ്മിക സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം തിരികെ ലഭിക്കുന്നതുവരെ നമ്മൾ ഈ രാപ്പകൽ സമരം തുടരും. അത്തരത്തിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ട് എന്ന് തന്നെയാണ് രോഹിണി. അവർ പറഞ്ഞതുപോലെ ടിവികളിലൊക്കെ ഈ വാർത്തകൾ വന്നപ്പോൾ അവരുടെ മനസ്സ് വലിയ രീതിയിൽ വേദനിച്ചു എന്ന് തന്നെയാണ് ഇവർ എടുത്തു പറയുന്നത്. അതിനെതിരെ, ഈ ദുർഭരണത്തിനെതിരെയാണ് അവർ ഈ സമരം നടത്തുന്നത്. ചേട്ടാ, എവിടെ നിന്നാണ്? പത്തനംതിട്ട, അടൂരിൽ നിന്നാണ് ചേട്ടാ. അതായത് മഴയും വെയിലും ഒക്കെ അവഗണിച്ചുകൊണ്ട് അയ്യപ്പന് വേണ്ടി സമരം നടത്തുന്നു. വിശ്വാസി സമൂഹത്തിന്റെ പ്രതിനിധിയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന സമരം നടത്തുകയാണല്ലേ? ഇന്നൊരു ദിവസം മുഴുവൻ ഞങ്ങൾ അയ്യപ്പന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ നന്മയ്ക്കും ശബരിമലയുടെ രക്ഷയ്ക്കും ഈ പിണറായി ഗവൺമെന്റ് മാറണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അത്തരത്തിൽ പിണറായി ഗവൺമെന്റ് മാറണം. അതോടൊപ്പം തന്നെ നമ്മൾ നിരവധി വാർത്തകൾ കേട്ടു, ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന നിരവധി വാർത്തകൾ. അതൊക്കെ തന്നെയും ഒരു വിശ്വാസി എന്ന നിലയിൽ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നറിയാം. എങ്കിലും ആ വാർത്തകളെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? വളരെ വിഷമത്തോടും പ്രതിഷേധത്തോടും കൂടിയാണ് നമ്മുടെ നാട് കൂടിയാണ്, ഞങ്ങളുടെ നാടാണ് പന്തളവും പത്തനംതിട്ടയും ശബരിമലയും. വളരെ വിഷമമുണ്ട്.
അതിൽ നിന്ന് ഒരു മുക്തി ഉണ്ടാവണമെന്ന് വിചാരിച്ചാണ് ഇന്നൊരു ദിവസം മുഴുവനും ശബരിമലയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞങ്ങളൊരു ബസ്സിലുള്ള ആൾക്കാർ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതിനു വേണ്ടി വന്നതാണ്. ഒരു ബസ് നിറയെയുള്ള ആളുകൾ അവിടെ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ് രോഹിണി ഏറ്റവും എടുത്തു പറയേണ്ടത്. അത്തരത്തിൽ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ വേദനയുണ്ടാക്കി എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശ്വാസി സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ടാണ് അവരിവിടെ എത്തിയത്. അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെ ആളുകളും ഇവിടെ ഈ സമരത്തിൽ പങ്കാളികളാവുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ചേട്ടാ, എവിടെ നിന്നാണ്? എങ്ങനെയാണ്, അതായത് നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരരംഗത്തുണ്ട്. ആവേശം ഒട്ടും ചോരാതെയാണ് ഈ സമരത്തിലുള്ളത്. ഞങ്ങളെ ജീവൻ കൊടുത്തും പ്രാണൻ കൊടുത്തും ഞങ്ങളെ പിണറായി വിജയനെ താഴെ ഇറക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാകും. തീർച്ചയായും രോഹിണി, അത്തരത്തിൽ തന്നെയാണ് ഇവർ ഓരോരുത്തരും എടുത്തു പറയുന്നത്. ഈ ഭഗവാന്റെ നാമങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ റോഡിന് സമീപത്തായി ഇപ്പോൾ ഒരു സംഘം പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ആ കാഴ്ചകളിലേക്കും നമുക്ക് കടക്കാവുന്നതാണ്. അതായത് ഭഗവാന്റെ നാമങ്ങൾ വിളിച്ചുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡിന് സമീപം ഇത്തരത്തിൽ കുറെ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ യുവ നേതാക്കൾ, അതായത് യുവമോർച്ച ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ പ്രതിഷേധത്തിൽ അണിനിരക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഭഗവാന്റെ നാമങ്ങൾ വിളിച്ച സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് അവരിവിടെ സമരം നടത്തുന്നത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്കും കിടക്കാം. ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് സമരം നടത്തുന്നു അല്ലെ? ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് പ്രതിഷേധം. അതെ, ഭഗവാന്റെ ഇത്രയും സ്വർണ്ണപ്പാളികള് കട്ടെടുത്ത ഭക്തരെ ഇതാണ്. ഭക്തര് ശക്തമായിട്ടുള്ള പ്രതികരണമാണ് കാണിക്കുന്നത്. ഉറപ്പായിട്ടും നമ്മൾ ഇതിൽ പ്രതിഷേധിക്കും. എവിടെ നിന്നാണ് വരുന്നത്? ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് സമരം നടത്തുകയാണ്. അതെ, അയ്യപ്പന്റെ നാമധേയത്തിലാണ് സമരം നടക്കുന്നത്. അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി കണ്ടുപിടിച്ച പിണറായി വിജയനും ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെച്ച് പുറത്തു പോകുന്ന സമരം. ഒരു വിശ്വാസി എന്ന നിലയിൽ ഈ വാർത്തകൾ വേദനിപ്പിച്ചു എന്നറിയാം. പക്ഷേ എങ്ങനെയാണ് ആ വാർത്തകളെ നോക്കി? തീർച്ചയായിട്ടും ഇത് ആദ്യത്തെ തവണയല്ല, രണ്ടാമത്തെ മൂന്നാമത്തെ തവണയാണ് വിശ്വാസത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഇതിപ്പോ ശബരിമലയ്ക്ക് അകത്ത് കയറി സ്വർണ്ണ കളവ് നടത്തിയിരിക്കുകയാണ്. ഇത് പുറക്കാൻ പറ്റുന്ന അവരവരാവുന്ന വിഷയമേ അല്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമായിട്ട് വിശ്വാസികൾ തെരുവിലിറങ്ങും. രോഹിണി, തീർച്ചയായും പ്രായഭേദമന്യേ ഇവിടെ ആളുകൾ ഈ പ്രതിഷേധത്തിൽ അണിനിരക്കുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ നിന്നും ശരണം വിളികൾ, പ്രത്യേകിച്ച് ഭഗവാന്റെ നാമങ്ങൾ, ഭക്തിഗാനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഭക്തിഗാനങ്ങൾ പാടിക്കൊണ്ട് അവർ ഈ സമരത്ത് മുൻനിരയിലെത്തുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ശരി, ദിസ്ന തുടരുക. ശാലിനിയിലേക്ക് കൂടി പോകുന്നു. ശാലിനി, സെക്രട്ടേറിയറ്റിലെ 3 കവാടങ്ങളും ഉപരോധിച്ചുകൊണ്ട് അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് BJPയും വിവിധ മോർച്ചാ സംഘടനകളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശാലിനി, ഇപ്പോൾ ഏത് സമരവേദിയിലാണ് നിൽക്കുന്നത്? ഏത് ഭാഗത്താണ്, സെക്രട്ടേറിയറ്റിന്റെ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എപ്പോഴായിരിക്കും BJP സംസ്ഥാന അധ്യക്ഷൻ അവിടെ എത്തിച്ചേരുക? ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ MG റോഡിനെയാണ്. അതായത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ സമര ഗേറ്റിന് മുൻപിലൂടെ കടന്നു പോകുന്ന MG റോഡിന്റെ കിഴക്കേക്കോട്ടയിൽ നിന്നും പാളയത്തേക്കുള്ള ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ഭാഗത്ത് സമരത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനായിട്ടുള്ള ഉദ്ഘാടന സഭ പുരോഗമിക്കുകയാണ്. വിവിധ നേതാക്കന്മാർ സംസാരിക്കുകയാണ്. മറുഭാഗത്ത് റോഡ് ഉപരോധിച്ചുകൊണ്ട് മഹിളാ മോർച്ച പ്രവർത്തകർ MG റോഡ് പൂർണ്ണമായും കയ്യിലെടുത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു രാപ്പകൽ സമരം ആരംഭിച്ച് 15-ാം മണിക്കൂർ പിന്നിടുമ്പോൾ ആ ഒരു സമരം ആളിപ്പടരുകയാണ്. കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നിട്ട് പോലും ആ കാലാവസ്ഥയെ തൃണവൽക്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരണം വിളിച്ചുകൊണ്ട്, നാമം ജപിച്ചുകൊണ്ട് റോഡ് ഉപരോധിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായ സമരം വരും മണിക്കൂറിലും തലസ്ഥാനത്ത് തുടരുമെന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഈ ഒരു പ്രതിഷേധ സമരം എന്നുള്ളതാണ്. 4 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി 7 മണി മുതൽ കുമ്മനം രാജശേഖരൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച ആ ഒരു പ്രതിഷേധ ഉപരോധം.